എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ് മലയാളം. ഇന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻ CGX-EST 204 മോസ്റ്റ് റിപ്പീറ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സീരീസ് എക്സാം, ഇൻറ്റേർണൽ, പിന്നെ റെഗുലർ എക്സാം, സപ്ലി എക്സാമിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിറ്റി അറ്റ്ലീസ്റ്റ് ഇവർ എന്തെങ്കിലും എഴുതിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. ആ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. മോസ്റ്റ് വരാൻ ചാൻസ് ഉള്ള സാധാരണയായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ്? സ്ട്രക്ചേഴ്സും യൂണിയൻസും തമ്മിലുള്ള ഡിഫറൻസ്. സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അലോക്കേറ്റ് സെപ്പറേറ്റ് മെമ്മറി ഫോർ ഈച്ച് മെമ്പർ. ഈച്ച് മെമ്പറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. യൂണിയൻ പറയുമ്പോൾ മെമ്മറി കോമൺ ആണ് ഫോർ ഓൾ മെമ്പേഴ്സ്. എല്ലാ മെമ്പേഴ്സിനും കോമൺ ആയിട്ടുള്ള മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് യൂണിയൻസ്. ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ സൈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ മെമ്പേഴ്സ് സൈസ്. ഓക്കെ, എല്ലാ മെമ്പേഴ്സിൻ്റെയും സമ്മാണ് സ്ട്രക്ചറിലെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്, ഈക്വൽ ആണ്. യൂണിയൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ സൈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ലാർജസ്റ്റ് മെമ്പർ. ഓക്കെ, ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്പറിൻ്റെ സൈസാണ് സൈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ലാർജസ്റ്റ് മെമ്പർ, അതാണ് യൂണിയൻ. സോ ഇവിടെ ആൻസേഴ്സ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. ആൻസേഴ്സ് വേണമെങ്കിൽ അടുത്ത വീഡിയോ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ അത് ചെയ്യാം. ഞാനിപ്പോൾ വേറൊരു സബ്ജക്റ്റിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് വേണമെന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോയിൻ്റർ? റെഗുലറായി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ പോയിൻ്റർ. എ പോയിൻ്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ്സസ് ഓഫ് അനദർ വേരിയബിൾ. അനദർ വേരിയബിളിൻ്റെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. അതായത് പോയിൻ്റർ ഇസ് എ വേരിയബിൾ, പോയിൻ്റർ ഒരു വേരിയബിളാണ്. ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. വേറൊരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നൊരു വേരിയബിളാണ് പോയിൻ്റർ. നെക്സ്റ്റ്, explain pass by value and pass by reference with examples. pass by value and pass by reference എക്സാമ്പിളിൻ്റെ കൂടെ പറയാനാണ് പറയുന്നത്. സോ പാസ് ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻ പാസ് ബൈ വാല്യൂ എ കോപ്പി ഓഫ് ആക്ച്വൽ പാരാമീറ്റർ ഇസ് പാസ് ടു ദി ഫംഗ്ഷനിലേക്ക് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ചേഞ്ചസ് മെയ്ഡ് ടു ദ പാരാമീറ്റർ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡു നോട്ട് എഫക്ട് ദി ഒറിജിനൽ വാല്യൂ. അതായത് ഈ പാരാമീറ്ററിൻ്റെ ഇൻസൈഡിൽ കൊടുക്കുന്ന ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡു നോട്ട് എഫക്ട് ദി ഒറിജിനൽ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് പാസ് ബൈ വാല്യൂ. നെക്സ്റ്റ് ഈസ് പാസ് ബൈ റെഫറൻസ്. സോ ഇൻ പാസ് ബൈ റെഫറൻസ് ദി അഡ്രസ് ഓഫ് ദി ആക്ച്വൽ പാരാമീറ്റർ ഈസ് പാസ് ടു ദി ഫംഗ്ഷൻ. ആക്ച്വൽ പാരാമീറ്ററിൻ്റെ അഡ്രസ്സ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. ഏതിൽ? ഇൻ പാസ് ബൈ റെഫറൻസിൽ. സോ ചേഞ്ചസ് മെയ്ഡ് ടു ദ പാരാമീറ്റർ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡയറക്ട്ലി എഫക്ട് ദി ഒറിജിനൽ വേരിയബിൾ. സോ ഇതിൽ മറ്റേ പാസ് ബൈ വാല്യൂൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ ചേഞ്ചസ് മെയ്ഡ് ഇൻ പാരാമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡയറക്ട്ലി എഫക്ട് ദി ഒറിജിനൽ വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ കമൻറ്റ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്? ആർഗ്യുമെൻറ്റ് സി ആൻഡ് ആർഗ്യുമെൻറ്റ് വി. കമൻറ്റ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കമൻറ്റ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആർ ദി വാല്യൂസ് പാസ് ടു ദി മെയിൻ ഫംഗ്ഷൻ വെൻ എ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ഫ്രം ദ കമാൻഡ് ലൈൻ ഓർ ടെർമിനൽ. അതായത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അത് വാല്യൂസ് പാസ് ടു ദി മെയിൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസാണ്. എപ്പോൾ? വെൻ എ പ്രോഗ്രാം ഇസ് എക്സിക്യൂട്ടഡ് ഫ്രം ദ കമാൻഡ് ലൈൻ ഓർ ടെർമിനലിൽ നിന്ന് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാല്യൂ പാസ് ടു ദി മെയിൻ ഫംഗ്ഷനാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് ദേ അലൗ യൂസേഴ്സ് ടു ഇൻപുട്ട് ഡാറ്റ അറ്റ് റൺ ടൈം വിത്തൗട്ട് യൂസിങ് സ്കാനഫ് യൂസ് ചെയ്യാണ്ട് തന്നെ യൂസേഴ്സിനെ അലൗ ചെയ്യുന്നു ടു ഇൻപുട്ട് ഡാറ്റ അറ്റ് റൺ ടൈമിൽ തന്നെ യൂസേഴ്സിന് ഇൻപുട്ട് ഡാറ്റ അലൗ ചെയ്യുന്നു. ദേ അലൗ യൂസേഴ്സ് ടു ഇൻപുട്ട് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ അലൗ ചെയ്യുന്നു റൺ ടൈം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കാനഫ് യൂസ് ചെയ്യാതെ. സോ ഇനി ആർഗ്യുമെൻറ്റ് സിയിലേക്ക് പോകാം. ആർഗ്യുമെൻറ്റ് സി അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് കൗണ്ട് എന്ന് പറയും. ഇറ്റ് സ്റ്റോഴ്സ് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ഇൻക്ലൂഡിങ് ദി പ്രോഗ്രാം നെയിം. ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റോഴ്സ് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ നമ്പർ സ്റ്റോർ ചെയ്യുന്നു, ഇൻക്ലൂഡിങ് ദ പ്രോഗ്രാം നെയിമും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ആർഗ്യുമെൻറ്റ് വി എന്ന് പറയുമ്പോൾ or argument vector. So it is an array of character pointers that holds the actual arguments. ഇതെന്ന് പറയുന്നത് array of character pointers that holds the actual parameters. അതായത് ഒരു array of character pointersൻ്റെ ഒരു array of character pointers ആണ് that holds the actual argument ഇത് ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി
explain any two storage classes in C without examples. With examples. സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 മെയിൻ സ്റ്റോറേജ് ക്ലാസ്സാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ 2 മെയിൻ സ്റ്റോറേജ് ക്ലാസ്സാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ 4 പഠിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള 2 എഴുതിയാലും മതി. 4 മെയിൻ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓട്ടോമാറ്റിക് ഉണ്ട്, സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്, പിന്നെ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്. സോ ഇതിൻ്റെ ഡെഫിനേഷനിലേക്കൊന്നും പോകാൻ നിൽക്കുന്നില്ല. വേണമെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ ആ ടൈം വിത്ത് ഡീറ്റെയിൽഡ് ആൻസേഴ്സ് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാലോക്ക് ആൻഡ് കാലോക്ക് ഫംഗ്ഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ജനുവരി 2026 നടന്ന സി പ്രോഗ്രാമിങ്ങിൻ്റെ സപ്ലി എക്സാമിൽ ഉണ്ടായതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് വന്നത് 3 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. സോ മാലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെമ്മറി അലൊക്കേഷൻ, കാലോക്ക് എന്ന് പറയുമ്പോൾ കോണ്ടിജിയസ് അലൊക്കേഷൻ. അറ്റ്ലീസ്റ്റ് മാലോക്ക് എന്താണ്, കാലോക്ക് എന്താണ്, മെമ്മറി അലൊക്കേഷൻ ആണ്, കോണ്ടിജിയസ് അലൊക്കേഷൻ ആണെന്ന് ഓർത്ത് വെക്കണം. ബാക്കിയൊന്നും അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അറിഞ്ഞിരിക്കണം. മെമ്മറി അലൊക്കേഷൻ അല്ലെങ്കിൽ മാലോക്ക് എന്ന് പറയുമ്പോൾ ഡസൻ ഇനീഷ്യലൈസ് മെമ്മറി ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല. കാലോക്ക് എന്ന് പറയുമ്പോൾ ഇനീഷ്യലൈസ് ഓൾ ബിറ്റ്സ് ടു 0 വരെയുള്ള എല്ലാ ബിറ്റ്സും കാലോക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാലോക്ക് എന്ന് പറയുമ്പം സ്ലൈറ്റ്ലി കുറച്ച് ഫാസ്റ്റാണ്. കാലോക്ക് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി കുറച്ച് സ്ലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് ബേസിക് ഡാറ്റ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഡാറ്റ ടി ആണ് വേണ്ടത്. എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് ബേസിക് ഡാറ്റ ടൈപ്സ് ആൻഡ് ഡിറൈവ്ഡ് ബേസിക് ഡാറ്റ ടൈപ്സ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ primitive data types, these are the basic building blocks of data in C. C പ്രോഗ്രാമിങ്ങിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് എന്ത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഇവിടെ ബേസിക് എന്ന് പറയുന്നുണ്ട്. ഇത് കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഡയറക്റ്റ് ആണ്. പിന്നെ ഡെറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ബിൽഡ് യൂസിങ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. അതായത് നമുക്കറിയാം സി പ്രോഗ്രാമിങ്ങിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്പ്. ഡെറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ബിൽഡ് യൂസിങ് ബേസിക് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതാണ് ഡെറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ? എന്തിനാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്? സോ ഡൈനാമിക് ഹിയർ മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം ആസ് നീഡഡ്. അല്ലെങ്കിൽ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ അലൗസ് പ്രോഗ്രാം ടു അലൊക്കേറ്റ് മെമ്മറി at runtime using functions like malloc, alloc, reloc and free. ഇതൊക്കെ ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുമ്പോൾ അലൗസ് പ്രോഗ്രാം ടു പ്രോഗ്രാമിനെ അലോക്കേറ്റ് മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യാൻ അറ്റ് റണ്ണിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. അതാണ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ചെയ്യുന്നത്. യൂസിങ് ഫംഗ്ഷൻസ് ലൈക്ക് മാലോക്ക്, കാലോക്ക് പോലുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ റണ്ണിങ് ടൈമിൽ തന്നെ മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നത്. ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. സോ ഇത്രയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഐ ഹോപ്പ് നിങ്ങളുടെ കയ്യിലെല്ലാം ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഓൾറെഡി നോട്ട് ടീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.